السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തു അൽ ഹദീദിലെ 1 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. സത്യവും നീതിയും സ്ഥാപിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചതിനെ സംബന്ധിച്ചും അതിൽ പ്രധാനികളായ 2 പ്രവാചകന്മാരായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്നീ പ്രവാചകന്മാരെ സംബന്ധിച്ചും പ്രസ്താവിക്കുകയും ആ പ്രവാചകന്മാരുടെ സന്താന പരമ്പരകളിൽ അള്ളാഹു വേദഗ്രന്ഥവും നുബുവത്തും സ്ഥാപിക്കുകയും അതിൽ മഹാഭൂരിപക്ഷവും മോശക്കാരായിരുന്നെങ്കിലും അവരിൽ വളരെ വലിയ ഒരു സംഘം തന്നെ സന്മാർഗം സിദ്ധിച്ചവരായിരുന്നു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല 26-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കി. ഇൻഷാ അല്ലാഹ് ഇനി തുടർന്നുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم قفينا على آثارهم برسلنا وقفينا بعيسى ابن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون. يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. لئلا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن الفضل بيد الله يؤتيه من يشاء والله ذو الفضل العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മ ഖഫൈന അലാ ആസാരിഹിം. സുമ്മ പിന്നീട്, ഖഫൈന, ഖഫ എന്ന് പറഞ്ഞാൽ പിന്തുടരുക, ഒരാളുടെ പിറകിൽ പോവുക, അതിനാണ് ഖഫ എന്ന് പറയുന്നത്. ഖഫ എന്ന് പറഞ്ഞാൽ പിന്തുടർത്തുക, തുടരെ അയക്കുക, അതിനാണ്
ഖഫ എന്ന് പറയുന്നത്. ഖഫ യഖിഫു ഖഫൻ തഖ്ഫിയതൻ, ഖഫ യഖ്ഫു ഖഫ്വൻ, ഖഫ യുഖഫി തഖ്ഫിയതൻ. ഖഫ യുഖഫി തഖ്ഫിയ, ഖഫ യുഖഫി തഖ്ഫിയ, പിന്തുടർത്തുക. സുമ്മ ഖഫൈന അലാ ആസാരിഹിം, പിന്നീട് അവരുടെ പിറകെ, അസർ എന്ന് പറഞ്ഞാൽ അസർ ജംഅ ആസാർ, അവരുടെ പിറകിലായിക്കൊണ്ട് അഥവാ അവർക്ക് ശേഷം നാം പിന്തുടർച്ചക്കാരായി ബിറുസുലിന, നമ്മുടെ റസൂലുകളെ അയക്കുകയുണ്ടായി. റസൂലിൻ്റെ ജംആണ് റസൂൽ. വഖഫൈന ബിഈസ ഇബ്നി മറിയം, മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെയും നാം അവർക്ക് ശേഷം കൊണ്ടുവന്നു. ബനു ഇസ്രായേലിലെ അവസാനത്തെ റസൂലായിരുന്നു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. വ ആതൈനാഹുൽ ഇൻജീൽ, അദ്ദേഹത്തിന് നാം ഇൻജീൽ എന്ന ഗ്രന്ഥം നൽകി. വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന ഇത്തബഊഹു റഅഫതൻ വറഹ്മ, വജഅൽന നാം ആക്കുകയും ചെയ്തു, ഫീ ഖുലൂബിൽ ലദീന, ഫീ ഖുലൂബ് ഹൃദയങ്ങളിൽ, ഖൽബിൻ്റെ ജംആണ് ഖുലൂബ്. ഫീ ഖുലൂബിൽ ലദീന ഇത്തബഊഹു, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഫോളോ ചെയ്ത, ഇത്തിബാ ചെയ്ത ആളുകളുടെ ഹൃദയങ്ങളിൽ, ഇത്തബഅ യത്തബിഉ ഇത്തിബാഅൻ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ പിന്തുടർന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ നാം ആക്കി റഅഫതൻ വറഹ്മതൻ, ദയയും കാരുണ്യവും. റഅഫത്ത് എന്ന് പറഞ്ഞാൽ വഹുവ അശദ്ദുർ റഹ്മ, ശക്തമായ കാരുണ്യത്തിനാണ്, കാരുണ്യത്തിൻ്റെ വലിയ അവസ്ഥക്കാണ് റഅഫത്ത് എന്ന് പറയുന്നത്. പരമമായ ദയയും കാരുണ്യവും അവരുടെ മനസ്സിൽ നാം ഇട്ടുകൊടുത്തു. വറഹ്ബാനിയതൻ ഇബ്തദഊഹ, വറഹ്ബാനിയതൻ, ഒരു റഹ്ബാനിയത്ത്, ബ്രഹ്മചര്യം അല്ലെങ്കിൽ ഒറ്റക്കിരിക്കൽ, അങ്ങനെയുള്ള ഒരു ഏർപ്പാട്, ഇബ്തദഊഹ, അവർ അതിനെ ബിദ്അത്തായി ഉണ്ടാക്കി. ഇബ്തദഅ യബ്തദിഉ ഇബ്തിദാഅൻ, അവർ ഒരു റഹ്ബാനിയത്ത്, ഒരു ബ്രഹ്മചര്യം, ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ഒരു രീതി അവർ ബിദ്അത്തായി ഉണ്ടാക്കി. മാ കതബ്നാഹ അലൈഹിം, അവരുടെ മേൽ നാം അത് നിർബന്ധമാക്കിയിട്ടേയില്ല, അങ്ങനെ ഒരു നിയമം അവരുടെ മേൽ നാം നൽകിയിട്ടില്ല. കതബ യക്തുബു കിതാബത്തൻ, മാ കതബ്നാഹ അലൈഹിം, അവരുടെ മേൽ നാം എഴുതിയിട്ടില്ല അല്ലെങ്കിൽ നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ അവർ അങ്ങനെ സ്വയം ബിദ്അത്തായി അതുണ്ടാക്കി. എന്നാൽ അവർ ഉണ്ടാക്കിയത് ഇല്ലബ്തിഗാഅ റിദ്വാനില്ലാഹ്, ഇല്ലബ്തിഗാഅ റിദ്വാനില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ അവരത് ചെയ്തിട്ടില്ല. ഇബ്തഗാ യബ്തഗി ഇബ്തിഗാഅൻ, പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക, ഉദ്ദേശിക്കുക. ഇല്ലബ്തിഗാഅ റിദ്വാനില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ അവരത് ചെയ്തിട്ടില്ല. എന്നാൽ ഫമാ റഅൗഹാ ഹഖ്ഖ റിആയതിഹാ, എന്നാൽ അതിനെ കാത്തു സൂക്ഷിക്കേണ്ട മുറപ്രകാരം അവർ കാത്തു സൂക്ഷിച്ചതുമില്ല. റആയ, റആ റിആയ എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു പോരുക, പരിഗണിച്ചു പോരുക, അതിനാണ് റആ എന്ന് പറയുക. സംരക്ഷിക്കുക, പരിഗണിക്കുക. റിആയ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കൽ, പരിഗണിക്കൽ, സംരക്ഷിക്കൽ. ഫമാ റഅൗഹ ഹഖ്ഖ റിആയതിഹ, അത് പരിഗണിക്കേണ്ട രൂപത്തിൽ അവർ പരിഗണിച്ചതുമില്ല. ഫആതൈനല്ലദീന ആമനൂ മിൻഹും അജ്റഹും, ഫആതൈന, അപ്പോൾ നാം നൽകി, ആതാ യുഅതി ഈതാഅൻ, ഫആതൈനല്ലദീന ആമനൂ മിൻഹും, അവരുടെ കൂട്ടത്തിൽ ശരിയായ വിശ്വാസം സ്വീകരിച്ചവർക്ക് നാം നൽകി, അജ്റഹും, അവരുടെ പ്രതിഫലം. വകസീറും മിൻഹും, എന്നാൽ അവരിൽ മഹാഭൂരിപക്ഷവും ഫാസിഖൂൻ, ഫാസിഖീങ്ങളായിരുന്നു, അധർമ്മകാരികളായിരുന്നു, ഫിസ്ഖിൻ്റെ ആളുകളായിരുന്നു, തോന്നിവാസികളായിരുന്നു.
അപ്പോൾ 26-ാമത്തെ ആയത്തിൽ നൂഹ് നബിയെക്കുറിച്ച് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിമസ്സലാത്തു വസ്സലാം പിന്നീട് അവരുടെ ദുർരിയത്തിൽ വജഅൽനാ ഫീ ദുർരിയതിഹിമൻ നുബുവ്വ, ഇവർ രണ്ടുപേരുടെയും സന്താന പരമ്പരകളിൽ പ്രവാചകന്മാരെ നൽകി, നുബുവത്ത് നൽകി, വേദഗ്രന്ഥം നൽകി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പിന്നീട് വീണ്ടും തുടരെ സുമ്മ അർസൽനാ റുസുലനാ തത്റാ, ഖുർആനിൽ കാണാം സുമ്മ അർസൽനാ റുസുലനാ തത്റാ, ഒന്നിന് പിറകെ ഒന്നായി നബിമാരെ അയച്ചു. അത് ബനു ഇസ്രായേലിയരുടെ ഒരു പ്രത്യേകതയാണ്. അതാണ് സുമ്മ ഖഫൈന അല ആസാരിഹിം ബിറുസുലിന. അസർ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുള്ള വേർഡാണ്. ഹദീസുകൾക്ക് അസർ എന്ന് പറയും, അതേപോലെ തന്നെ പൂർവികരുടെ വാക്കുകൾക്ക് അസർ എന്ന് പറയും, പൂർവികരുടെ പാതക്ക് അസർ എന്ന് പറയും. അപ്പോൾ അസർ എന്ന് പറഞ്ഞാൽ ഒരാൾ നടന്ന വഴി, ഒരാൾ സഞ്ചരിച്ച വഴി എന്ന അർത്ഥമാണ്. അപ്പോൾ ആസാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജം ആണ്. അപ്പോൾ ആ പ്രവാചകന്മാർ സഞ്ചരിച്ച അതേ വഴിയിൽ, അവരെ അയച്ച അതേ രീതിയിൽ അവർക്ക് പിറകെയായി നാം നമ്മുടെ റസൂലുകളെ അയച്ചു. ഖഫ യുഖഫി തഖ്ഫിയ എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ മറ്റൊന്നിനെ അയക്കലാണ്. അങ്ങനെ വീണ്ടും പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. വഖഫൈനാ ബിഈസ ഇബ്നി മറിയം, അങ്ങനെ മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെയും നാം അയക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഒരുപാട് നബിമാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നാളുടെ മകനായ അല്ലെങ്കിൽ ഇന്നാളുടെ മകനായ നബി എന്ന് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ആരുടെ കാര്യത്തിലൊഴികെ? ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാര്യത്തിലൊഴികെ. ഉദാഹരണത്തിന് ഇബ്രാഹിം എന്ന് മാത്രമേ ഉള്ളൂ. നൂഹ്, ഹൂദ്, സാലിഹ്, യൂസുഫ്, യാക്കൂബ്, ഇങ്ങനെ നബിമാരുടെ പേര് ഉപ്പയിലേക്ക് ചേർക്കാതെയാണ് കാണുന്നത്. പക്ഷേ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറഞ്ഞപ്പോൾ മറിയമിൻ്റെ മകൻ ഈസ എന്ന് തന്നെ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാം. അതിനുള്ള കാരണം ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന ക്രൈസ്തവരുടെ വാദത്തെ ഈ ഒരു വാക്കിലൂടെ ഖണ്ഡിക്കുകയാണ്. ദൈവപുത്രനല്ല, മറിയമിൻ്റെ മകനാണ്. എന്തുകൊണ്ട് ഉപ്പയിലേക്ക് ചേർത്തില്ല? സാധാരണ ഉദ്ഊഹും ലി ആബാഇഹിം, വാപ്പയിലേക്ക് ചേർത്ത് പറയണമെന്നാണ്. എന്തുകൊണ്ട് ഉപ്പയിലേക്ക് ചേർത്തില്ല? ഉപ്പയില്ലാതെയാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായത്. അള്ളാഹുവിൽ നിന്നുള്ള കലിമത്തായിരുന്നു. അതുകൊണ്ടാണ് ആ രൂപത്തിൽ കൊടുത്തത്. ബനു ഇസ്രായേലിലെ അവസാനത്തെ നബിയാണ് ആര്? ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ വന്നത് ഈസാ നബിക്ക് ശേഷം പിന്നെ 500 വർഷത്തോളം നബിമാരില്ല. പിന്നെ വന്നത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്, ബനു ഇസ്രായേലിൽ പെട്ടതല്ല. വആതൈനാഹുൽ ഇൻജീൽ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു ഇൻജീൽ നൽകി. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ 4 വേദഗ്രന്ഥങ്ങളിലൊന്നാണ് ഇൻജീൽ. അത് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇന്ന് കാണുന്ന ബൈബിൾ അല്ല ഉദ്ദേശം, എന്നാൽ ഇന്ന് കാണുന്ന ബൈബിളിൽ ഇൻജീലിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് മാത്രം. വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന ഇത്തബഊഹു റഅഫതൻ വറഹ്മതൻ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ പിൻപറ്റിയ ആളുകളുടെ ഹൃദയങ്ങളിൽ നാം പ്രത്യേകമായ കാരുണ്യവും ദയയും ഇട്ടുകൊടുത്തു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ക്രിസ്ത്യാനികളെക്കുറിച്ചല്ല, ഇന്ന് കാണുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ചല്ല പറഞ്ഞത്. മറിച്ച് ഈ ആയത്തിൽ വളരെ കൃത്യമായി വ്യക്തമാക്കി, വജഅൽന ഫീ ഖുലൂബിൽ ലദീന ഇത്തബഊഹു, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ പിൻപറ്റിയവരുടെ ഹൃദയങ്ങളിൽ. അതാരാണ്? യഥാർത്ഥ മുസ്ലിമീങ്ങളായ ഹവാരിയീങ്ങളെക്കുറിച്ചാണ്. കാരണം ചില ക്രൈസ്തവർ ഈ ആയത്തെടുത്തിട്ട് പറയും, ഞങ്ങളാണ് മുസ്ലിങ്ങളെക്കാൾ കാരുണ്യമുള്ളവർ, ഞങ്ങൾ അവിടെ അനാഥാലയുണ്ട്, ഇവിടെ അനാഥാലയുണ്ട്, അതിനേക്കാളൊക്കെ മുസ്ലിമീങ്ങളാണ്. കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ, ലോകത്തോട് കാരുണ്യം കാണിക്കുന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങളെ കവച്ച് വെക്കുന്ന ഒരു സംഘവുമില്ല. കാരണം ഈ ആയത്തിൽ പറയുന്ന ഈസാ നബിയെ ഫോളോ ചെയ്തവരിൽ ആരുമുണ്ട്? മുസ്ലിങ്ങളുണ്ട്. നാം എല്ലാ പ്രവാചകന്മാരെയും ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാ നബിമാരിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്.
അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദർശത്തിൽ യഥാർത്ഥത്തിലുള്ളത് ആരാണ്? മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിലാണ് ഈ റഅഫത്തും റഹ്മത്തുള്ളത്. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒറിജിനലി പിൻപറ്റിയ മുസ്ലിമീങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ക്രിസ്ത്യാനിറ്റി എന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മതമാണ്. ഈസാ നബിക്ക് അങ്ങനൊരു മതം പരിചയം തന്നെയില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷം ആണ് ക്രിസ്ത്യാനിറ്റി രൂപീകരിക്കപ്പെടുന്നത് തന്നെ. തൃത്വ സിദ്ധാന്തപ്രകാരം ദൈവം, അള്ളാഹു, യഹോവ, പരിശുദ്ധാത്മാവ്, പുത്രൻ, ഇത് മൂന്നും കൂടിയ ദ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്ന തൃത്വ സിദ്ധാന്തം കൊണ്ടുവന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു മതം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. മാത്രമല്ല ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ആ ക്രൈസ്റ്റ് എന്നുള്ള പേര് പോലും ഈസാ നബിക്കില്ലാത്ത യഹൂദന്മാർ കൊടുത്ത പേരാണ്. കാരണം ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിൽ വിശ്വസിക്കുന്ന, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുരിശു മരണത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങൾ അതല്ല. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അവർ ഈസാ നബിയെ കൊന്നിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. അവർക്ക് ആൾ മാറിപ്പോയതാണ്. ഈ പ്ലാനറ്റ് ആളെ തന്നെയാണ് കുരിശിൽ തറച്ചത്. വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേര് പോലും മോശക്കാരായ ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ച വേർഡാണ്. ക്രിസ്ത്യൻസ് എന്നുള്ളത് അക്കാലഘട്ടത്തിൽ എന്തിനുപയോഗിച്ചതാണ്? നമ്മുടെ നാട്ടിൽ മോശക്കാരനായ ഒരാളെ സൂചിപ്പിക്കാൻ എന്താ പറയുക? കഴിവേറി, കള്ളക്കഴിവേറി എന്ന് പറയൂലേ? അങ്ങനെ പറയുന്നത് കാണാം. എന്താ ഈ കഴിവേറുക എന്ന് പറഞ്ഞാൽ? കുരിശിൽ തറക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കഴിവേറുക എന്ന് പറഞ്ഞാൽ കുരിശിൽ തറക്കുക എന്ന് പറഞ്ഞാൽ മോശക്കാരായ ആളുകൾക്ക് നൽകപ്പെടുന്ന ശിക്ഷയായിരുന്നു അത്. അതുകൊണ്ട് ഒരാൾ കഴിവേറി എന്ന് പറഞ്ഞാൽ അവൻ മോശക്കാരനാണ് എന്നാണ്. മോശക്കാരായ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ച വേർഡാണ് ക്രിസ്ത്യൻസ്. ഇതൊന്നും അറിയാതെ ഈ സാധുക്കൾ ഈ പേരൂട്ടിങ്ങനെ നടക്കുകയാണ്. ഈ പേരും അതുകൊണ്ടാണ് ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞിടത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ എന്ത് പറഞ്ഞത്? വലദ്ദാലീൻ, വഴിപിഴച്ച് പോയവരാണ്. അഥവാ ഇൽമില്ല. യഹൂദന്മാർക്ക് ഇൽമുണ്ട്, പക്ഷേ പ്രവർത്തിക്കൂല. ക്രിസ്ത്യാനികൾക്ക് ഇൽമേ അല്ല, അവരെക്കുറിച്ച് തന്നെ പഠിച്ചിട്ടില്ല, എവിടുന്നാണ് എന്താണ്. അതുകൊണ്ട് തന്നെ വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന ഇത്തബഊഹു റഅഫതൻ വറഹ്മ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റിയവരുടെ ഹൃദയത്തിൽ അള്ളാഹു റഅഫത്തും റഹ്മത്തും, കാരുണ്യവും ദയവും ഇട്ടുകൊടുത്തു. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് നിന്ന ക്രൈസ്തവർക്കൊരു പക്ഷേ ആ സ്വഭാവം അവർ കോപ്പിയടിച്ചിട്ട്, അങ്ങനെ ഉണ്ടല്ലോ ഒരു തറവാടിൻ്റെ സ്വഭാവം തറവാട്ടിലുള്ള മക്കൾക്കൊക്കെ കിട്ടുന്നത് പോലെ ഒരു പക്ഷേ അവരിൽ അങ്ങനെ ഉണ്ടായേക്കാം. പക്ഷേ അതൊന്നും മുസ്ലിമീങ്ങൾ അതിജയിക്കുന്ന രൂപത്തിലല്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ അള്ളാഹു പറഞ്ഞല്ലോ അവരിൽ വലിയൊരു വിഭാഗവും ഫാസിഖീങ്ങളായിരുന്നു. വറഹ്ബാനിയത്തൻ, റഹ്ബാനിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ പണ്ഡിത പുരോഹിതന്മാർക്ക് ഉപയോഗിക്കുന്നൊരു വേർഡാണ്. അതേസമയത്ത് റഹ്ബാനിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം പൗരോഹിത്യം അവർ ബിദ്അത്തായി ഉണ്ടാക്കി. ആ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ പുരോഹിതം പറയുന്നത് എന്താണ്? മതമാണ്. അതുകൊണ്ടാണല്ലോ കുമ്പസാരം ആരോടാ? പള്ളിയിലച്ഛനോടാണ്. പള്ളിയിലച്ഛൻ പുറത്തുനിന്ന് പറഞ്ഞാൽ എന്തായി? പുറത്തു കൊടുക്കപ്പെട്ടു. കാരണം പള്ളിയിലച്ഛനല്ല പറയുന്നത്, പിന്നെ പരിശുദ്ധാത്മാവാണ്, ജിബ്രീലാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിത പുരോഹിതന്മാർ ഒരു കാര്യം ഹലാലാക്കിയാൽ അവർക്ക് ഹലാലാണ്, പണ്ഡിത പുരോഹിതന്മാർ ഒരു കാര്യം ഹറാമാക്കിയാൽ അവർക്ക് ഹറാമാണ്. ഈ പൗരോഹിത്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നതാണ് ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ, അതൊക്കെ അവരിൽ കാണാം. എന്താണ്? കല്യാണം കഴിക്കൂല, ബ്രഹ്മചര്യം. ഞങ്ങൾ കല്യാണം കഴിക്കൂല, ബ്രഹ്മചര്യം അവർ കെട്ടിയുണ്ടാക്കി. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹു കൽപ്പിച്ചിട്ടില്ല ബ്രഹ്മചര്യം, അള്ളാഹു ബ്രഹ്മചര്യം കൽപ്പിച്ചിട്ടില്ല. മാ കതബ്നാഹ അലൈഹിം,
അവരുടെ മേൽ നാം നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷേ അവർ ഇല്ല ബിത്തിഗാ റിദ്വാനില്ല, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചാണത് ചെയ്തത്. ഏത് ബിദ്അത്തിൻ്റെ ആളുകളും കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല, അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതായിരിക്കണം, അല്ലെങ്കിൽ വഹയിൽ ഉള്ളതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന 3 ആളുകളിൽ ഒരാൾ പറഞ്ഞല്ലോ, ഞാൻ കല്യാണമേ കഴിക്കൂല. വേറൊരാൾ പറഞ്ഞു, ഞാൻ എന്നും നോമ്പ് നിൽക്കും. വേറൊരാൾ പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങാതെ നമസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ എന്താണ്? ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. കാരണം ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, നമസ്കരിക്കാറുമുണ്ട്. ഞാൻ ചില ദിവസം നോമ്പ് നോൽക്കും, ചില ദിവസം ഞാൻ നോമ്പ് നോൽക്കില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുമുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കൂല എന്നുള്ളത് ഇസ്ലാമിൻ്റെ സുന്നത്തിൽപ്പെട്ടതല്ല. അതാണ് വറഹ്ബാനിയതൻ ഇബ്തദഊഹ മാ കതബ്നാഹ അലൈഹിം. പക്ഷേ അവരത് അങ്ങനെ പ്രഖ്യാപിച്ച എന്തായിരുന്നു? ഇല്ല ബിത്തിഗാ റിദ്വാനില്ല, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇഖ്ലാസ് കൊണ്ട് മാത്രം എന്തില്ല, കാര്യമില്ല. അതേപോലെ തന്നെ അക്കാലഘട്ടത്തിൽ അന്നത്തെ വിശ്വാസികളോട് വളരെയധികം ക്രൂരത കാണിച്ച ഭരണാധികാരികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഭരണാധികാരികളുടെ ഷർറിൽ നിന്നും മറ്റും രക്ഷപ്പെടാൻ വേണ്ടി ഇവർ സ്വയം സ്വീകരിച്ച ഒരു വഴിയായിരുന്നു മാറി നിൽക്കുക, സമൂഹത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും ശരി, ഈസാ നബി പഠിപ്പിക്കാത്തതും ഇൻജീലിലില്ലാത്തതുമായ സ്വന്തമായ ചില തീരുമാനങ്ങൾ, സ്വന്തമായ ചില നിഷിദ്ധമാക്കലുകൾ എല്ലാം അവരിലുണ്ടായി. അതാണ് അവർ ചെയ്ത ബിദ്അത്ത്. ഇബ്തദഊഹ എന്നാണ്. ഇബ്തദ എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ഉണ്ടാക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നാൽ ഫമാ റഅൗഹ ഹഖ്ഖ റിആയതിഹാ, ഫമാ റഅൗഹ ഹഖ്ഖ റിആയതിഹാ. ബിദ്അത്ത് അവരുണ്ടാക്കി, പക്ഷേ അതിന് അവർ വെച്ച നിയമം പോലും അവരെന്ത് ചെയ്തില്ല, പാലിച്ചില്ല. ഉദാഹരണത്തിന് കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞു, പക്ഷേ ആ നിയമം കൊണ്ടടക്കാൻ പറ്റിയില്ല. കാരണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൻ യുശാദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ആരെങ്കിലും ദീനിനെ കുടുസാക്കിയാൽ അത് അയാൾ അതിജയിക്കും. അപ്പോൾ ബിദ്അത്ത് ഉണ്ടാക്കുന്നവർക്ക് അത് കാത്തു സൂക്ഷിക്കാൻ കഴിയില്ല. കാരണം അത് മനുഷ്യ ഫിത്രത്തിനെതിരായിരിക്കും മനുഷ്യനുണ്ടാക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞിട്ട് അവർക്കത് പാലിക്കാൻ പറ്റിയോ? ഇല്ല. ചിലർ കല്യാണം കഴിച്ചു, വേറെ ചിലർ വ്യഭിചാരത്തിൻ്റെയും സ്വവർഗരതിയുടെയും വഴിയിലേക്ക് പോയി. കാരണം ഹലാലായ വഴി മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിൽപ്പെട്ടൊന്നാണത്. അത് ഹലാലായ വഴി സ്റ്റോപ്പ് ചെയ്താൽ സ്വാഭാവികമായും പിന്നെ ഹറാമിൻ്റെ വഴിയിലേക്ക് അവർ പോകും. അതാണ് ഫമാ റഅൗഹ ഹഖ്ഖ റിആയതിഹ. പറഞ്ഞതുപോലെ എന്നാൽ അവർ പാലിച്ചതുമില്ല. ചില ആളുകൾ ഈ ഭാഗം മാത്രം ഉദ്ദേശിച്ചിട്ട് പറയും, ബിദ്അത്ത് ഉണ്ടാക്കാം, കാത്തു സൂക്ഷിച്ചാൽ മതി. കാരണം അള്ളാഹു ഇവിടെ അവരുടെ കുഴപ്പമായി പറഞ്ഞത് ഫമാ റഅൗഹ ഹഖ്ഖ റിആയതിഹ എന്നാണ്. അപ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ബിദ്അത്താവാം. ഇല്ല, അങ്ങനെയല്ല. അത് അവർക്കുള്ള ആക്ഷേപമാണ്. അവരുണ്ടാക്കിയത് അവർക്ക് പാലിക്കാനും പറ്റിയില്ല. കാരണം അതങ്ങനെ തന്നെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമിതമായി വല്ലതും കെട്ടിച്ചമച്ച് മതത്തെ പ്രയാസപ്പെടുത്തിയാൽ അത് നിങ്ങളെ അതിജയിച്ച് കളയും, നിങ്ങൾക്കത് കൊണ്ടു നടക്കാൻ കഴിയില്ല. അതാണ് ഫമാ റഅൗഹ ഹഖ്ഖ റിആയതിഹ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറ്റൂല, മാസത്തിൽ ഇത്ര. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി എനിക്കതിനേക്കാൾ കഴിയും. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം നോമ്പ് നോൽക്കാതിരിക്കുക, ഇങ്ങനൊരു രീതി സ്വീകരിച്ചു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ബുദ്ധിമുട്ടായി അത് കൊണ്ടടക്കാൻ. എന്നാൽ അദ്ദേഹം നിർവഹിച്ചു വന്നൊരു ചര്യയെ ഒഴിവാക്കാനും അദ്ദേഹത്തിന് പ്രയാസം. അപ്പം അദ്ദേഹം പറയണം, അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം മതം എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. സ്വന്തമായി നമ്മൾ അടിച്ചേൽപ്പിച്ചാൽ അത് പ്രശ്നമാണ്. മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. മതത്തിൽ അള്ളാഹു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ഇന്നദ്ദീന യുസ്റുൻ, മതം എളുപ്പമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ അതിനെ കടുപ്പമാക്കിയപ്പോൾ ഫമാ റഅൗഹ ഹഖ്ഖ റിആയതിഹ,
ഫആതൈനല്ലദീന ആമനൂ മിൻഹും അജ്റഹും. അപ്പോൾ അവരിൽ വിശ്വസിച്ച ആളുകൾക്ക് നാം അവർക്ക് അവരുടെ പ്രതിഫലം നൽകി. അഥവാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇത്തിബാഅ് ചെയ്ത ബിദ്അത്തിൻ്റെ ആളുകളല്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി. ഇനി അവർ ബിദ്അത്ത് ചെയ്തവരാണെങ്കിൽ പോലും അവരുടെ ബിദ്അത്തുകളെ അല്ലാഹു തള്ളുകയും അല്ലാത്തവയെ അല്ലാഹു എന്ത് ചെയ്തു? സ്വീകരിക്കുകയും ചെയ്തു. എല്ലാ ബിദ്അത്തും മുക്കഫിറാത്തല്ല, എല്ലാ ബിദ്അത്തും ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതുമല്ല. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ബിദ്അത്തുണ്ട്, അല്ലാത്തതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫആതൈനല്ലദീന ആമനൂ മിൻഹും അജ്റഹും, അവരിൽ വിശ്വസിച്ചവർക്ക് അവരുടെ പ്രതിഫലം നൽകി എന്ന് പറഞ്ഞത് ഒന്നുകിൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് അവർ തിരഞ്ഞെടുത്തു, ആ ബിദ്അത്ത് അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിച്ചില്ല. പക്ഷേ അവരുടെ ബിദ്അത്തല്ലാതെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്കില്ലാത്ത കാലത്തോളം സ്വീകരിക്കും, കുഫറില്ലാത്ത കാലത്തോളം സ്വീകരിക്കും. എന്നാൽ അടിസ്ഥാനമില്ലാതെ ചെയ്തത് തള്ളപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു നിലക്കും ബിദ്അത്തില്ലാതെ ഈസാ നബിയെ ഫോളോ ചെയ്തവർക്ക് അവരുടെ പ്രതിഫലം നാം നൽകി. എന്നാൽ വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ മഹാഭൂരിപക്ഷവും ഫാസിഖീങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരുടെ കൂട്ടത്തിലും നേരത്തെ പറഞ്ഞു വജഅൽനാ ഫീ ദുർരിയ്യതിഹിം അൻ-നുബുവ്വത വൽ കിതാബ ഫമിൻഹും മുഹ്തദ് വകസീറും മിൻഹും ഫാസിഖൂൻ. അത് എല്ലാ കാലഘട്ടത്തിലും ഏതൊരു നബിയുടെയും സമുദായത്തിൽ മഹാഭൂരിപക്ഷവും ആരായിരിക്കും? തോന്നിവാസികളായിരിക്കും. സത്യത്തെ പിൻപറ്റുന്നവർ വളരെ കുറച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ഇത്തഖാ യത്തഖി ഇത്തിഖാഅൻ ഐ അഖ്ദുൽ വിഖായ. തഖ്വ എന്ന് പറഞ്ഞാൽ അഖ്ദുൽ വിഖായ, സംരക്ഷണം സ്വീകരിക്കലാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ സ്വർഗം പ്രതീക്ഷിച്ച് ചെയ്യലും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കുന്നതിനുമാണ് എന്ത് പറയുക? തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഇഖ്ലാസോടുകൂടി പാലിക്കുകയും ചെയ്യുക. വ ആമിനൂ ബിറസൂലിഹി, അവൻ്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. ആമന യുഅ്മിനു ഈമാനൻ. ഇവിടെ റസൂൽ എന്നല്ല, റസൂൽ എന്ന് ഏകവചനത്തിലാണ് പറഞ്ഞത്. ആരെയാണ് ഉദ്ദേശം? വ ആമിനൂ ബി റസൂലിഹി ഐ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ യുഅ്തികും, അള്ളാഹു നിങ്ങൾക്ക് നൽകും. ആതാ യുഅ്തി ഈതാഅൻ, യുഅ്തികും, അള്ളാഹു നിങ്ങൾക്ക് നൽകും. കിഫ്ലൈനി, രണ്ടിരട്ടി പ്രതിഫലം. മിൻ റഹ്മത്തിഹി, അവൻ്റെ റഹ്മത്തിൽ നിന്നും. കിഫിൽ എന്ന് പറഞ്ഞാൽ വഅസ്ലുൽ കിഫിലിൽ ഹദ്ദു, ഓഹരി. കിഫിൽ എന്ന് പറഞ്ഞാൽ അൽ ഹല്ലു, ഓഹരി. ളിഅഫ്, ഇരട്ടി. അജ്ർ, പ്രതിഫലം എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. കിഫിൽ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, ഇരട്ടി, ഓഹരി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മത്തിഹി, അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് 2 തവണ നൽകും, രണ്ടിരട്ടി നൽകും. വയജ്അൽ ലക്കും നൂറ, ജഅല യജ്അലു ജഅലൻ, വയജ്അൽ ലക്കും നൂറ, നിങ്ങൾക്ക് അള്ളാഹു ഒരു പ്രകാശം നൽകും. എന്താണ് ആ പ്രകാശം കൊണ്ടുള്ള ഉദ്ദേശം? അൽ ഖുർആൻ, ഖുർആനും അൽ ഇൽം, അറിവും, വൽ ഹുദ, മാർഗദർശനവും. അതാണ് പ്രകാശം. ഖുർആൻ പ്രകാശമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജൻ മുനീറ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ലഭിക്കുന്ന ഇൽമുകൾ പ്രകാശമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന ഹുദ, മാർഗദർശനം പ്രകാശമാണ്. അപ്പോൾ വയജ്അൽ ലക്കും നൂറൻ, അള്ളാഹു നിങ്ങൾക്ക് പ്രകാശം തരും, ഇൽമ് നൽകും, ബസീറത്ത് നൽകും, ഉൾക്കാഴ്ച നൽകും. മറ്റുള്ളവരിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഇൽമു കൊണ്ട് വ്യത്യസ്തരാക്കും. തംശൂന ബിഹി, മശാ യംശി മഷിയൻ, തംശൂന ബിഹി, ആ പ്രകാശം കൊണ്ട് നിങ്ങൾ നടക്കും ജനങ്ങൾക്കിടയിലൂടെ. നിങ്ങൾക്ക് വെളിച്ചം കാണാം, അവർക്ക് വെളിച്ചം കാണൂല. ഇത് സൂര്യൻ്റെ വെളിച്ചമല്ല, ഹിദായത്തിൻ്റെ വെളിച്ചമാണ്, മാർഗദർശനത്തിൻ്റെ വെളിച്ചമാണ്.
മറ്റുള്ളവർക്ക് എന്ത് വിശ്വസിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നറിയാതിരിക്കുമ്പോൾ എന്ത് വിശ്വസിക്കണം, എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം തുടങ്ങി എല്ലാറ്റിലും നിങ്ങൾക്കൊരു വെളിച്ചമുണ്ടാകും. ഈ വെളിച്ചത്തെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. തംശൂന ബിഹി വയഗ്ഫിർ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. ഗഫറ യഗ്ഫിറു ഗുഫ്റാന, ഗഫറ യഗ്ഫിറു ഗുഫ്റാന, പുറത്തു തരിക, മാപ്പ് നൽകുക. വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും, അഥവാ ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കുന്നവൻ, റഹീമുൻ കാരുണ്യവാനുമാകുന്നു. അപ്പോൾ ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് തഫ്സീറാണ് അതിനുള്ളത്. ഒന്ന്, വേദക്കാരിൽപ്പെട്ട വിശ്വാസികളാണ്, വേദക്കാരിൽപ്പെട്ട വിശ്വാസികളാണ്. കാരണം അതുവരെ ബനൂ ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച, ഖുർആനിൽ വിശ്വസിച്ച, ഇസ്ലാമിൽ വിശ്വസിച്ചവരെ കുറിച്ചാണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, വേദക്കാരിൽ നിന്ന് വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും വ ആമിനു ബി റസൂലിഹി, മുഹമ്മദ് നബിയിൽ നിങ്ങൾ കൃത്യമായി വിശ്വസിക്കുകയും ചെയ്യുക. എങ്കിൽ യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് പ്രതിഫലം തരുന്നതാണ്. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, യുഅ്തികും ളിഅഫൈനി മിനൽ അജ്ർ, പ്രതിഫലത്തിൽ നിന്ന് രണ്ടിരട്ടി. ലി ഈമാനിക്കും ബി ഈസാ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഒന്ന്, നിങ്ങൾ ഈസാ നബിയിൽ വിശ്വസിച്ചു. വൽ അംബിയാഇ ഖബ്ല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് മുമ്പുള്ള എല്ലാ അംബിയാക്കളിലും, ക്രൈസ്തവർ ഈസാ നബി വരെയുള്ള നബിമാരിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. സുമ്മ ഈമാനിക്കും ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നിങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചു. ഹീന ബുഇസ നബിയൻ, നബിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ. അപ്പോൾ അവർക്ക് രണ്ട് പ്രതിഫലം കിട്ടാൻ കാരണം അവർക്ക് രണ്ട് നബിയും രണ്ട് വേദഗ്രന്ഥമുണ്ട്. മുഹമ്മദ് നബി വരുന്നത് വരെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നബി ഇല്ല. അപ്പോൾ അവർ ഈസാ നബിയിൽ വിശ്വസിക്കുന്നു, ഇഞ്ചീലിലും വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി വന്നപ്പോൾ മുഹമ്മദ് നബിയിലും വിശ്വസിച്ചു, ഖുർആനിലും വിശ്വസിച്ചു. അങ്ങനെ രണ്ട് നബിമാരിലും രണ്ട് വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുക വഴി രണ്ട് തവണ പ്രതിഫലത്തിന് നിങ്ങൾ അർഹരായിരിക്കുന്നു. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ധാരാളം മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ജരീർ അത്ത്-തബരിയും മറ്റു മുഹദ്ദിസുകളും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുള്ളൊരു ഹദീസിൽ കാണാം. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സലാസത്തുൻ യുഅ്തൗന അജ്റഹും മറത്തൈൻ, മൂന്ന് വിഭാഗം ആളുകൾക്ക് അവരുടെ പ്രതിഫലം രണ്ട് തവണ നൽകപ്പെടും. രണ്ട് തവണ നൽകപ്പെടും, മൂന്ന് ടീമിന്. അതിലൊന്ന് റജുലുൻ ആമന ബിൽ കിതാബിൽ അവ്വലി വൽ കിതാബിൽ ആഖരി, ആദ്യത്തെ വേദഗ്രന്ഥത്തിലും പിന്നുള്ള വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്ന ആൾക്ക്, ഈ പറഞ്ഞ പോലെ. വറജുലുൻ, അതേപോലെ മറ്റൊരാൾക്ക് കാനത്ത് ലഹു അമത്തുൻ, അയാൾക്കൊരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ഫഅദ്ദബഹ വ അഹ്സന തഅദീബഹ, അവൾക്ക് നല്ല മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തു. നല്ല മര്യാദകളും ഇൽമൊക്കെ, അടിമ സ്ത്രീയാണ് എന്നിട്ടും അവൾക്ക് ഇൽമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ഒരാൾ. സുമ്മ അഅതഖഹ, പിന്നെ അവളെ മോചിപ്പിച്ചു. ഫതസവ്വജഹ, എന്നിട്ട് അവളെ തന്നെ കല്യാണം കഴിച്ചു. ആ വ്യക്തിക്ക് രണ്ട് പ്രതിഫലം ഉണ്ടെന്ന്. ഒന്നൊരടിമ സ്ത്രീ ഏറ്റവും നന്നായി ഇൽമ് നൽകി പരിചരിച്ചു, പിന്നെ അവളെ മോചിപ്പിച്ചു, പിന്നെ അവളെ കല്യാണം കഴിച്ചു. എത്ര മഹത്വമേറിയതാണ്. അങ്ങനെ ഒരാൾക്ക് രണ്ട് തവണ അല്ലാഹു പ്രതിഫലം കൊടുക്കുന്ന. മൂന്നാമത്തത് വഅബ്ദുൻ മംലൂക്കുൻ, ഒരടിമ. അഹ്സന ഇബാദത്ത് റബ്ബി, അള്ളാഹുവിനുള്ള ഇബാദത്ത് വളരെ ഭംഗിയായി ചെയ്തു. വനസഹലി സയ്യിദിഹി, അതേ സമയത്ത് തൻ്റെ മുതലാളിയോട് കൂറു പുലർത്തുകയും ചെയ്തു. അള്ളാഹുവിനോടും അള്ളാഹുവിനുള്ള ഇബാദത്ത് ഭംഗിയായി ചെയ്തു, തൻ്റെ മുതലാളിയോട് കൂറു പുലർത്തുകയും ചെയ്ത ഒരടിമക്കും രണ്ട് തവണ പ്രതിഫലം ലഭിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതിലൊന്ന്, ഈ ഹദീസ് സ്വഹീഹാണ്, അതിലൊന്ന് പറഞ്ഞത് ഈ പറഞ്ഞ രണ്ട് വേദങ്ങളിലും വിശ്വസിച്ച ആളുകൾക്ക്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തഫ്സീർ പറഞ്ഞ മുഫസ്സിരിങ്ങൾക്ക് തീർച്ചയായും
അവർക്ക് വജ്ഹുണ്ട് ഈ ഹദീസിൻ്റെ പിൻബലത്തിൽ. അതേ സമയത്ത് മറ്റൊരു സംഘം മുഫസ്സിരിങ്ങൾ അല്ലെങ്കിൽ നേരത്തെ തഫ്സീർ പറഞ്ഞ ആളുകളും രണ്ടു കൂട്ടരും ഒരു കാര്യം കൂടി അംഗീകരിക്കുന്നുണ്ട്. എന്താണത്? ഇത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച പ്രഥമ മുസ്ലിമീങ്ങളെക്കുറിച്ചുമാണ്. ക്രിസ്ത്യാനികളല്ലാത്തവർ തന്നെ, അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. കാരണം മുസ്ലിമീങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? അവർ എല്ലാ നബിമാരിലും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റുസുലി. നമ്മുടെ പ്രഖ്യാപനം എന്താണ്? ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. ഒരു നബിമാർക്കിടയിൽ ഞങ്ങൾക്ക് വിവേചനമില്ല, എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നു. ഹാ അൻതും ഹാ ഉലായി തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി. നിങ്ങൾ എല്ലാ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നു. അപ്പോൾ ഏറ്റവും മഹത്വം ആർക്കാണ്? മുസ്ലിമീങ്ങൾ, ഈ ഉമ്മത്തിനാണ്. ഈ ഉമ്മത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്നാണ്. ആമിനു ബി റസൂലിഹി യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മത്തിഹി. മുസ്ലിമീങ്ങൾക്ക് 2 തവണ പ്രതിഫലം ഉണ്ടെന്നാണ്, 2 ഇരട്ടി. വയജഅൽ ലക്കും നൂറൻ തംശൂന ബിഹി. ഇത് ഖുർആനും ഹദീസുമാണ് ഉദ്ദേശം. വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ഇത് മുസ്ലിമീങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറയുന്ന മുഫസ്സിരീങ്ങൾക്കും വജ്ഹുണ്ട്, കാരണമുണ്ട്. എന്താണത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, സാലിം ഇബ്നു അബ്ദില്ലാ അൻ അബീഹി അന്നഹു അഖ്ബറഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് കേട്ടു, ഇന്നമാ ബഖാഉക്കും ഫീമാ സലഫ ഖബ്ലക്കും മിനൽ ഉമമി കമാ ബൈന സ്വലാത്തിൽ അസ്രി ഇലാ ഗുറൂബി ശംസി ഊത്തിയ അഹ്ലു തൗറാത്തി തൗറാത ഫഅമിലു ഹത്താ ഇദാ ഇൻതസഫ അൻ-നഹാർ അജസൂ ഫഉഅതു ഖിറാതൻ ഖിറാതാ. ഈ ഉമ്മത്തിൻ്റെയും കഴിഞ്ഞ ഉമ്മത്തിൻ്റെയും ഉദാഹരണം പറയണം. അഥവാ യഹൂദർ, ക്രൈസ്തവർ, മുസ്ലിമീങ്ങൾ, ഇവരുടെ ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതിൽ തൗറാത്ത് നൽകപ്പെട്ടവരുടെ ഉപമ, ഒരു മുതലാളി ഒരാളെ പണിയേൽപ്പിച്ചു. സമയം എത്രയാണ്? ഫജ്ർ മുതൽ മഗ്രിബ് വരെയാണ് സമയം കൊടുത്തത്. 2 ഖിറാത്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത് പ്രതിഫലമായിട്ട്. പക്ഷേ ഉച്ചയായപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇനി കഴിയില്ല, ഉച്ചയ്ക്ക് ശേഷം പണിയെടുക്കാൻ പറ്റില്ല. ചില റിവായത്തുള്ളത് ഞങ്ങൾക്കൊന്നും വേണ്ട, കാരണം കരാറ് തെറ്റിച്ചു, വൈകുന്നേരം വരെ പണിയെടുക്കണം, ഒന്നും വേണ്ട. എന്നാലും ഖിറാത്ത് കൊടുത്തു എന്നാണ്. 1 ഖിറാത്ത് കൊടുത്തു, ഖിറാത്ത്. അപ്പോൾ ചോദിച്ചു, ഇനി ഉച്ചയ്ക്ക് ശേഷം ബാക്കി പണിയെടുക്കാൻ ആരുണ്ട്? മറ്റേത് ഫജ്ർ മുതൽ മഗ്രിബ് വരെ പണിയെടുത്താലാണ് 2 ഖിറാത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ അത് വേണ്ട, കാരണം ഉച്ചവരെ ഒരു ടീം പണിയെടുത്തിന്. ഉച്ചയ്ക്ക് ശേഷം മഗ്രിബ് വരെ ആരാണോ അവർക്ക് 2 ഖിറാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഹദീസ് സുദീർഘമായതുകൊണ്ട് ആശയം മാത്രം പറയാം. അപ്പോൾ ക്രിസ്ത്യാനികൾ അസർ വരെ പണിയെടുത്തു, എന്നിട്ട് പറഞ്ഞു മതി, സ്റ്റോപ്പ് ചെയ്തു. അവർക്കും 1 ഖിറാത്ത് നൽകപ്പെട്ടു. മറ്റൊരു റിവായത്ത് പ്രകാരം അവർ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. കാരണം യഹൂദന്മാർ ഈസാ നബി വന്നപ്പോൾ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. ഉച്ചയായതോടുകൂടി നിർത്തി, പിന്നല്ല. ക്രിസ്ത്യാനികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അതിൽ വിശ്വസിച്ചില്ല. വൈകുന്നേരം ആയപ്പോൾ അവരും നിർത്തി, കഴിഞ്ഞു, അവരുടെ ഈമാൻ കഴിഞ്ഞു. പിന്നെ വന്നതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇനി വരുന്നവർക്കുള്ള ചാൻസ് അസർ ടു മഗ്രിബ് വരെ പണിയെടുത്താൽ മതി, പക്ഷേ 2 ഖിറാത്ത് മുസ്ലിമീങ്ങളത് ഏറ്റെടുത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അമലേ നമുക്കുള്ളൂ, പക്ഷേ 2 ഖിറാത്താണ് പ്രതിഫലം. അതുകൊണ്ടാണ് അതിൽ കാണാം, സുമ്മ ഊതീനൽ ഖുർആൻ ഫഅമിൽന ഇലാ ഗുറൂബി ശംസി ഫഉഅതീന ഖിറാതൈൻ. ഡബിൾ പ്രതിഫല കിട്ടി. പക്ഷേ അസർ ടു മഗ്രിബ് വരെ ജോലി ചെയ്താൽ മതി. ഈ ഉമ്മത്തിൻ്റെ ആയുസ്സും കുറവാണ്, മറ്റുമ്മത്തിന് ഉള്ള ആയുസ്സിനേക്കാൾ നമുക്ക് ആയുസ് കുറവാണ്, അമലും കുറവാണ്. ശരീഅത്തിൽ ഒരുപാട് തൈസീർ കിട്ടിക്കൊണ്ടാണ് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. പൂർവികർക്ക് വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് റബ്ബന വല തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിന റബ്ബന വല തുഹമ്മിൽന മാ ലാ ത്വാഖത ലനാ ബി. വഹിക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെ അള്ളാഹു അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനേറെ
ശരീരത്തിൽ നജസായ നമുക്ക് എന്ത് ചെയ്താൽ മതി? കഴുകിയാൽ മതി. അവർക്ക് ആ തൊലി കട്ട് ചെയ്യേണ്ടിയിരുന്നു. ചില സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് ഹുക്കുമാക്കിയത് അങ്ങനെയാണ്, തൊലി കട്ട് ചെയ്ത് കളയണം. അപ്പോൾ എത്ര പ്രയാസമാണ്, അവരെത്ര ശ്രദ്ധിക്കണം. അങ്ങനത്തതൊന്നും ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. എന്നാൽ പ്രതിഫലമോ വമ്പിച്ചതും. ഖിയാമത്ത് നാളിൽ ആദ്യം വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നത്, ആദ്യം സ്വർഗത്ത് പോകുന്നതൊക്കെ ആരാണ്? ഈ ഉമ്മത്താണ്. നഹ്നുൽ അവ്വലീന നഹ്നുൽ ആഖരീനൽ അവ്വലീന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ദുനിയാവിൽ ആഖിറാണ്, പരലോകത്ത് ഫസ്റ്റാണ്. അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് മുസ്ലിമീങ്ങളോട് ശത്രുത. കാരണം അവർ വേദം അറിയുന്നവരാണ്, അവർക്ക് വേദവും പ്രവാചകന്മാരൊക്കെ അറിയാവുന്നതുകൊണ്ട് മുസ്ലിമീങ്ങളോട് യഹൂദ ക്രൈസ്തവർക്കുള്ള അസൂയയുടെ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫഗദിബ എന്നാണ്, ഫഗദിബൽ യഹൂദ് എന്നാണ്, യഹൂദന്മാർക്ക് ദേഷ്യം പിടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, റബ്ബന അഅതൈത ഹഉലായി ഖിറാതൈനി ഖിറാതൈനി വ അഅതൈതനാ ഖിറാതൻ ഖിറാത വനഹ്നു കുന്നാ അക്സറ അമല. മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ അമല് ചെയ്തത് ഞങ്ങളല്ലേ, എന്നിട്ടും അവർക്ക് 2 ഖിറാത്തും ഞങ്ങൾക്കൊരു ഖിറാത്തുമാണോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം എന്താണ്? ഹൽ വലംതും മിൻ അജ്രിക്കും മിൻ ഷൈ. ഓഫർ ചെയ്ത വല്ലതും ഞാൻ കുറച്ചിട്ടുണ്ടോ? ഒരാൾക്ക് കൂടുതൽ കൊടുക്കുന്നതിനെക്കുറിച്ച് അവിടെ നിൽക്കട്ടെ, നിങ്ങളുമായി ഞാനൊരു കരാറിലാണ്, ആ കരാറിൽ ഞാൻ കുറച്ചിട്ടുണ്ടോ? അപ്പോഴേ അതെന്താവുള്ളൂ? ദുൽമാവുള്ളൂ. ഒരാൾ മറ്റൊരാൾക്ക് കൂടുതൽ കൊടുക്കുന്നത് മറ്റൊരു വിഷയമാണ്, പക്ഷെ കരാറിലുള്ളത് കൊടുത്തില്ലെങ്കിൽ അത് ദുൽമാണ്. അപ്പോൾ അള്ളാഹു ചോദിക്കാണ്, നമ്മൾ തമ്മിലുള്ള കരാർ എങ്ങനെ, അത് ക്ലിയർ അല്ലേ? അവർ പറഞ്ഞു അതെ. ല എങ്കിൽ ഫഹുവ ഫദ്ലി ഊതീഹി മൻ അശാ, അതിൻ്റെ ഫദ്ലാണ്, ഞാൻ ഉദ്ദേശിക്കുന്നവർക്കത് നൽകും. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അതാണ് 29ാമത്തെ ഈ അധ്യായത്തിലെ അവസാനത്തെ ആയത്ത്. ലി അല്ലാ യഅലമ അഹ്ലുൽ കിതാബ്, വേദക്കാർ അറിയുവാൻ വേണ്ടി. ഇവിടെ ലി അല്ലാ യഅലമ എന്നതുകൊണ്ടുള്ള അർത്ഥം ലി യഅലമ, ലി യഅലമ എന്നാണ്. ഐ ലി കൈ യഅലമ, അവർ അറിയാൻ വേണ്ടി. ലി അല്ലാ യഅലമ, അലിമ യഅലമു ഇൽമൻ, ലി അല്ലാ യഅലമ അഹ്ലുൽ കിതാബ്, വേദക്കാരറിയണം എന്ത്? അല്ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫളിൽ നിന്ന് അവർ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. ഖദറ യഖ്ദിറു ഖദറൻ, അല്ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിൻ ഫളില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫളിൽ അവർക്ക് യാതൊരു കഴിവുമില്ല. വ അന്നൽ ഫദ്ല ബിയദില്ലാഹ്, ഫദ്ൽ ഔദാര്യം അതാരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഔദാര്യത്തിൻ്റെ ഉടമയാകുന്നു. വല്ലാഹു ദുൽ ഫദ്ൽ, ഔദാര്യത്തിൻ്റെ അതാഇൻ്റെ ഉടമയാണ്. അൽ അദീം, വമ്പിച്ചതായ ഔദാര്യത്തിൻ്റെ ഉടമയാണ് അള്ളാഹു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സ്വഹാബികൾ പറഞ്ഞല്ലോ, പണക്കാർ പ്രതിഫലം കൊണ്ടുപോയി, കാരണം ഞങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ അടുത്ത് പൈസ അല്ല, അവരുടെ അടുത്ത് പൈസ ഉണ്ട്, അതുകൊണ്ട് തന്നെ ജിഹാദിനും സദഖ സക്കാത്ത് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, അപ്പം ഞങ്ങൾക്കതില്ലല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അവരെ മറികടക്കാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താണ്? നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ ഓരോന്ന് 33 തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നതുകൊണ്ട് 100 തികച്ചാൽ നിങ്ങൾക്ക് ഇവരുടെ ഒപ്പം എത്താം. അപ്പോൾ ഇവരിതിങ്ങനെ ചൊല്ലുന്ന കണ്ടപ്പോൾ അവർ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടി? റസൂല് പഠിപ്പിച്ചാണ്. അപ്പോൾ പൈസക്കാരും ചെല്ലാൻ തുടങ്ങി. അപ്പോൾ അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയാണിത് റസൂല് പഠിപ്പിച്ചു കൊടുത്ത്. അവരും ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഇവർ വീണ്ടും പരാതിയായിട്ട് നബിയുടെ അടുത്ത്, നബിയെ ഞങ്ങളിത് ചൊല്ലിയപ്പോൾ അവരും അതേ ദിക്റ് ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇനി എങ്ങനെയാണ് ശരിയാ? അവിടെ പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് ഇനി വേറൊന്നും പറയാനില്ല. കാരണം എന്ത് പറഞ്ഞു കൊടുത്താലും അതാര് ചെയ്യും? പൈസക്കാരൻ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. ചിലർക്ക് അള്ളാഹു കൂടുതൽ നൽകും, കൂടുതൽ ഫദ്ൽ നൽകും. പക്ഷെ അവർ ആത്മാർത്ഥമായത് ആഗ്രഹിച്ചാൽ അതിൻ്റെ പ്രതിഫലം അവർക്കുണ്ടാവും ഇൻഷാ അല്ലാഹ്. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. പണമില്ലാത്തൊരാൾ വിചാരിക്കണത് എനിക്കും അള്ളാഹു പണം തന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആത്മാർത്ഥമായി വിചാരിച്ച ഒരാൾക്ക് അതേ പ്രതിഫലം കൊടുക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. അപ്പോൾ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊരു വാദം ഉണ്ടായിരുന്നു. എന്ത്? നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉ, ഞങ്ങൾ അള്ളാഹിൻ്റെ മക്കളാണ്,
ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. മാത്രമല്ല അവർ പറഞ്ഞു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, സ്വർഗത്ത് പോകണമെങ്കിൽ ഒന്നുകിൽ ജൂതനാവണം അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവണം, വേറെ ആർക്കും സ്വർഗത്ത് പോകാൻ പറ്റില്ല. ഇങ്ങനെയായിരുന്നു അവർ വാദിച്ചത്. ഇസ്ലാം എന്ത് പറഞ്ഞു? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മുഅ്മിനാകട്ടെ, മുസ്ലിമാകട്ടെ, യഹൂദിയാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, സാബി മതക്കാരനാകട്ടെ, ലോകത്തിലെ ഏതു മതക്കാരനുമാകട്ടെ, അവൻ ഇസ്ലാം സ്വീകരിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട്. എന്നാൽ യഹൂദ ക്രൈസ്തവർക്ക് അങ്ങനെയല്ല. അവർ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനിയാവണം എന്നാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ, യഹൂദനാവണം എന്നാലേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത് അള്ളാഹു. അത് നിങ്ങളുടെ കയ്യിലല്ല. അള്ളാഹുവിൻ്റെ ഫضല്, അള്ളാഹുവിൻ്റെ സ്വർഗം, അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ നിങ്ങളുടെ കയ്യിലല്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ യഹൂദന്മാർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ക്രൈസ്തവർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ ഉമ്മത്തിന് ഇരട്ടി പ്രതിഫലമാണ്. ഖിറാത്താനെയാണ്, പരലോകത്ത് ഏറ്റവും ഫസ്റ്റാണ്. ലി അല്ലാ യഅലമ അഹ്ലുൽ കിതാബ്, വേദക്കാർ അറിയട്ടെ, അല്ലാ യഖ്ദിറൂന അലാ ഷൈഇൻ മിൻ ഫളില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫളിലിൽ നിന്ന് ഒന്നും അവർ ഉടമപ്പെടുത്തുന്നില്ല, അധീനപ്പെടുത്തുന്നില്ല. അവർക്കതിൽ കഴിയൂല. അത് തടയിടാൻ അവർക്ക് കൊടുക്കരുത്, ഇവർക്ക് കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. ഒരു വലിയനും ഒരു ഷെയ്ഖിനും കഴിയില്ല. നമ്മുടെ നാട്ടിലെ ചില സമസ്തക്കാരുടെ മാല മൗലൂദുകളിലൊക്കെ അള്ളാഹനെ പഠിപ്പിക്കുന്ന ഷെയ്ഖുമാരെയാണ് കാണുക. അവർക്ക് സ്വർഗം കൊടുക്ക്, നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത്, ഇങ്ങനെ അള്ളാഹുവിനെ ഒരു ഓർഡർ ചെയ്യുന്ന. അല്ലാ യഖ്ദിറൂന അലാ ഷൈഇൻ മിൻ ഫളില്ലാഹ് വ അന്നൽ ഫദ്ല ബിയദില്ലാഹ്, ഫദ്ൽ അള്ളാഹുവിൻ്റെ കൈകളിലാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം, അള്ളാഹു മഹത്തായ ഔദാര്യത്തിൻ്റെ ഉടമയാകുന്നു. അൽഹംദുലില്ലാഹ്. ആഖിറു തഫ്സീർ സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ഹദീദിൻ്റെ തഫ്സീറിൻ്റെ അവസാനത്തെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ബൃഹത്തായ, വളരെ കുറഞ്ഞ ആയത്തുകളാണെങ്കിലും ഓരോ വചനങ്ങളിലും അതുല്യമായ ആശയങ്ങളും അർത്ഥതലങ്ങളും ഉൾക്കൊള്ളുന്ന വചനങ്ങൾ. പരിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകത അതാണ്. ഓരോ ആയത്തുകളിലും ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഷ്ടാന്തമാണ്. ഖുർആനിലെ ഓരോ ആയത്തും ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ഓരോ വചനവും ദൃഷ്ടാന്തങ്ങളാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ആയത്തുകൾ പഠിക്കാൻ, കേൾക്കാൻ, ഒന്നിനു പുറകെ ഒന്നായി ഓരോ തഫ്സീറുകൾ പൂർത്തീകരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വമ്പിച്ച നിഅമത്താണ്, അപാരമായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ ഞാനും എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളും ഓൺലൈനിലൂടെ, സൂമിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഈ അനുഗ്രഹത്തെ തിരിച്ചറിയുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? ഖുർആൻ നൽകിയ ഇൽമുകളെ, അറിവുകളെ നമ്മൾ അമലാക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയാണ് അതിനോട് നമ്മൾ നന്ദി കാണിക്കേണ്ടത്. ആ രൂപത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഖുർആനിൻ്റെ അഹ്ലുകാരായി തീരാനും അസ്ഹാബുകാരായി തീരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള ബറക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ മറ്റെല്ലാ മുആമലാത്തുകളിലും അതിൻ്റെ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ഈ ഖുർആൻ പഠിച്ചു എന്ന കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകത്തിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇണകൾക്കും നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ പരിശുദ്ധ ഖുർആൻ കേൾക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ഈ ദർസ് നടക്കുന്ന ഈ സ്ഥാപനം മർക്കസ് അൽ ഇമാം ഷാഫിഈ ലിതഹ്ഫീദുൽ ഖുർആനിൽ കരീമി വസ്സുന്ന, ഈ സ്ഥാപനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിൻ്റെ അഹ്ലുകാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. അവർക്ക് കൂടുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുവാനും കൂടുതൽ നല്ല നല്ല ദർസുകളും കാര്യങ്ങളും ദഅവത്തുകളും ഈ പ്രദേശങ്ങളിൽ നിർവഹിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.